എത്തുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ.
നിന്റെ ദാസൻ നിന്നെ സ്നേഹിച്ചവനും ഞങ്ങളെ സ്നേഹിച്ചവനുമായ പ്രിയപ്പെട്ടവൻ കഴിഞ്ഞ ദിവസങ്ങൾ നിന്റെ സന്നിധി ചേർക്കുവാൻ നീ സഹായിച്ചുകൊണ്ട് സ്തോത്രം. ജീവിതത്തിൻ്റെ അവസാന നിമിഷം കഷ്ടങ്ങളായിരുന്നുവെങ്കിലും തിരുവന ഞങ്ങൾക്ക് ആശ്വാസം. അനേക കഷ്ടങ്ങളിൽ കൂടെ ഞങ്ങൾ ദൈവരാജ്യത്തിൽ കിടക്കേണ്ടവരാകുന്നുവെന്നും ഒരു മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാകുന്ന നിന്റെ തിരുവന ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിനാൽ ഈ കലറിലെ കഷ്ടം തികച്ച് നിന്റെ സന്നിധി ചേർന്നതിന്റെ ദാസനായി സ്തോത്രം. അല്പാസമയത്തെ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ശുശ്രൂഷയുടെ ക്രമീകരണത്തിനായി ഞങ്ങൾ ഈ മോർച്ചറിയുന്ന ദാസന്റെ ഈ മുൻശരീരം കൊണ്ട് കർത്താവെ ഹല്ലേലൂയ സൂക്ഷിപ്പാൻ കർത്താവ് സഹായിച്ചു. ഞങ്ങൾ വെച്ചതിനേക്കാൾ ഏറെ തേജസ്സോടെ മടക്കിയെടുക്കുവാൻ മിഷൻ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിച്ചതിനാലെ സ്തോത്രം. ഇത്രത്തോളം ഞങ്ങൾ ഈ ഹോസ്പിറ്റലിലുള്ള ജീവനക്കാർ കർത്താവെ ഞങ്ങളെ സഹായിച്ചു. നിന്റെ സാന്നിധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഡെഡ് ബോഡിയുമായി ഞങ്ങൾ ഭവനത്തിലേക്ക് കടന്നു പോവുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അനേക ദുഃഖഭവനങ്ങളിൽ കടന്നുവെന്ന് ആശ്വാസം പകർന്നു ദുഃഖത്തിരിക്കുന്ന ദാസിയെ കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയും ബലപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഏറ്റവും അത്ഭുതമായ ഒരു ശുശ്രൂഷ തിരുവേദന പ്രകാരം മാന്യമായ ഒരു യാത്ര കർത്താവേ നിന്റെ ദാസിന് കൊടുക്കുവാൻ എൻ്റെ വിശക്കന്മാർക്ക് നിന്റെ മക്കൾക്ക് നാട്ടുകാർക്ക് സ്നേഹിത ബന്ധുമിത്രാദികൾ സഭാവിശ്വാസികൾ എല്ലാവർക്കും സന്നിധി ഞാൻ പ്രാർത്ഥിക്കുന്നു. വളരെ കർത്താവേ ആ ഒരു ഭക്തൻ്റെ അന്ത്യ ആമയെ അത്രമേ ശ്രേഷ്ഠമെന്നും അവൻ്റെ അവസ്ഥാനത്തെക്കുറിച്ചതായ കർത്താവേ ആ മനോഹരത്വം അവസ്ഥാനത്തെക്കുറിച്ചതായ ആമെ അനുഭവങ്ങളെ പങ്കുവയ്ക്കുവാൻ ഞങ്ങളുടെ ആളുകൾ സർവമാന മഹത്വം ദൈവത്തിന് തന്നെ അർപ്പിക്കുന്നു. ഈ ഭവനത്തോടെ തിരിക്കാൻ സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആശ്വാസമേനിക്കേറെ തിങ്ങിടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ സ്നേഹമേറിയിടുമെൻ രക്ഷകൻ സന്നിധം ആനന്ദക്കൂട്ടരെ കാണുന്നല്ലോ.
നിന്നു സ്തുതി ചെയ്തിടുന്നു. തങ്കത്തിരുമുഖം കാണാൻ കൊതിച്ചവർ ഉല്ലാസമോടിതാ നോക്കിയിടുന്നു. തന്മക്കളിൻ കണ്ണുനീരെല്ലാം താതൻ താൻ എന്നേക്കുമായി തുടച്ചിതല്ലോ. പൊൻവീണകൾ ധരിച്ചാമോദപൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ. കുഞ്ഞാടിന്റെ രക്തം തന്നിൽ തങ്ങൾ അങ്കി നന്നായി വെളുപ്പിച്ച കൂട്ടരിവർ. പൂർണ്ണ വിശുദ്ധരായി തീർന്നവരേശുവിൻ സങ്കരുധീരത്തിൻ ശക്തിയാലേ. തങ്കക്കിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേൽ വെണ്ണീലയങ്കി ധരിച്ചോരിവർ. കയ്യിൽ കുരുത്തോലയേന്തിട്ടവർ സ്തുതി പാടിയിട്ടാനന്ദമോടാത്തിയിരുന്നു. ചേർന്നിടുമേ വേഗം ഞാനും ആ കൂട്ടത്തിൽ ശുദ്ധരോടൊന്നിച്ചങ്ങാനന്ദിപ്പാൻ. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എന്റെ നാഥന്റെ സന്നിധം ചേർന്നാൽ മതി. കർത്താവേ വിശ്വാസപ്പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ. ആകാശമേഘത്തിൽ കാഹളനാദത്തിൽ അടിയനും നിൻ മുന്നിൽ കാണേണമേ.
ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ വീണ്ടും ചേർന്ന് വരികയാണ്. അവിടുന്ന് സർവാശ്വാസങ്ങളുടെയും ദൈവമായിരിക്കാൻ ഞങ്ങളെ വാഴ്ത്തുകയാണ്, സ്തുതിക്കുകയാണ് കർത്താവേ. കഴിഞ്ഞ 58 വർഷക്കാലം ഈ പാർത്തലത്തിൽ പാർക്കുവാൻ തക്കവണ്ണം കർത്താവേ, പ്രിയ കുഞ്ഞുച്ചാനെ അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായി ഞങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു കർത്താവേ. തന്റെ ആയുസ്സിൽ കർത്താവിനെ രക്ഷകനായി കണ്ടെത്തുവാനും കർത്താവിന്റെ ഒരു സാക്ഷിയായി ജീവിക്കുവാൻ തക്കവണ്ണം നിന്റെ മകനോ ഭാഗ്യം കൊടുത്തതിനാൽ ഞങ്ങളങ്ങേ വാഴ്ത്തുകയാണ്, സ്തുതിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയ്ക്കും സമൂഹത്തിനും ഹല്ലേലൂയ യോഗ്യനായി ജീവിച്ച് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപ കൊടുത്തല്ലോ. അങ്ങയുടെ സമയമായപ്പോൾ അങ്ങ് വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ വാഴ്ത്തുകയാണ്, സ്തുതിക്കുകയാണ്. വേദനയില്ലാത്ത, രോഗമില്ലാത്ത, കഷ്ടതയില്ലാത്ത, ഹല്ലേലൂയ ഭാരങ്ങളില്ലാത്ത രാജ്യത്തിൽ അവിടുന്ന് വിളിച്ച് ചേർത്തിരിക്കാൻ ഞങ്ങളങ്ങേ വാഴ്ത്തുകയാണ് കർത്താവേ. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതായാൽ ആ വിലയേറിയ കാര്യം അവിടുന്ന് സാധിപ്പിച്ചതിനാൽ സ്തോത്ര. വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന ഹല്ലേലൂയ അമ്മാമയ്ക്കായി, അമ്മച്ചിക്കായി, കുഞ്ഞുങ്ങൾക്കായി, ബന്ധുമിത്രാദികൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവരോട് കൂടെ ഇരുന്നവരെ സഹായിക്കണമേ കർത്താവേ. അവരെ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തേണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപ ധാരാളം അവർക്ക് കൊടുക്കണമേ കർത്താവേ. നിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ അവർക്കിടയായി തിരുമാറാകേണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി ഞങ്ങളുടെ കോടികളിലേക്ക് വയ്ക്കുകയാണ്. തുടർന്നുള്ള ശുശ്രൂഷയിലും അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇന്ന് സഹായിക്കണമേ. കടന്നുവന്ന എല്ലാവർക്കും ആശ്വാസം പകർന്ന് സഹായിച്ചാട്ട് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കേൾക്കുമാറാകണമേ. യെരൂശലേമൻ ഇമ്പവിടെ എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോൾ ഇങ്ങൊഴിയും. ധരണിയിലെ
എന്നു ഞാൻ വന്നു ചേരും പരമരാജാവിൻ മഹത്വം അരികിൽ കണ്ടിടും പരമരാജാവിൻ മഹത്വം അരികിൽ കണ്ടിടും യെരൂശലേമിൻ ഇന്നവിടെ എപ്പോൾ ഞാൻ വന്നു ചേരും ധരണിയിലെ ആളും കേടും എപ്പോൾ ഇങ്ങൊഴിയും ധരണിയിലെ പാടും കേടും എപ്പോൾ ഇങ്ങൊഴിയും ശ്രേഷ്ഠനാടകാവുകളും തോട്ടങ്ങളും എല്ലാം കാട്ടുവാനിടയില്ലാത്ത കൂട്ടമരങ്ങൾ കാട്ടുവാനിടയില്ലാത്ത കൂട്ടമരങ്ങൾ യെരൂശലേമിൻ ഇന്നവിടെ എപ്പോൾ ഞാൻ വന്നു ചേരും ധരണിയിലെ പാടും കേടും എപ്പോൾ ഇങ്ങൊഴിയും ധരണിയിലെ പാടും കേടും എപ്പോൾ ഇങ്ങൊഴിയും ജീവനദി ഇമ്പശബ്ദം മേവിയതിലൂടെ പോവതും ഈരാറു വൃക്ഷം നിൽപ്പതും മൂടി പോവതും ഈരാറു വൃക്ഷം നിൽപ്പതും മൂടി യെരൂശലേമിൻ ഇന്നവിടെ എപ്പോൾ ഞാൻ
യെരൂശലേമിൻ അധിപനീശോ തിരുമുൻ ഞാൻ സ്തുതി പാടാം. വരും വരെയും അരികിൽ വാവാൻ ഇരിക്കണം നാഥ. വരും വരെയും അരികിൽ വാവാൻ ഇരിക്കണം നാഥ. യെരൂശലേമിൻ നിന്നവിടെ എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോഴിഞ്ഞൊഴിയും. ധരണിയിലെ പാടും കേടും എപ്പോഴിഞ്ഞൊഴിയും. വെല്ലപ്പള്ളി കേന്ദ്രീകൃതമായ കുടുംബയോഗത്തിന്റെ നാമത്തിൽ ഞങ്ങൾ സമർപ്പിച്ചു. വിശ്വാസിയായ ഞങ്ങളുടെ സഹോദരൻ തന്റെ ഓട്ടം വിശ്വസ്തയോടെ ഓടി. ഞാൻ അറിഞ്ഞിട്ടുള്ള 25 വർഷം മുമ്പ് ഈ ലോകവും അതിന്റെ മോഹവും തനിക്ക് പറ്റിയതെന്ന് കണ്ടിട്ട് സ്വർണ്ണഭാഗ്യത്തിനായിട്ട് റൈറ്റ് എബൌട്ട് തിരിഞ്ഞ് ഓട്ടം തുടങ്ങിയ ഒരു മനുഷ്യനാണ്. തന്റെ ഓട്ടം ഓടിത്തീർന്നപ്പോൾ താൻ പ്രിയം വെച്ച നിത്യത്തിലേക്ക് ഓടി വളരെ സന്തോഷത്തോടെ പ്രത്യാശയോടെ താൻ പ്രിയം വെച്ച നാട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ മോശ തൻ്റെ ജീവിതത്തിൻ്റെ ദീർഘകാല അനുഭവത്തിൽ നിന്ന് എഴുതിയിരിക്കുന്ന 90-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്, തലമുറ തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതമാണ്. അങ്ങനെ ഞങ്ങളുടെ ബ്രദർ കുഞ്ഞിന് കർത്താവായ യേശുക്രിസ്തുവിൽ സങ്കേതം കണ്ടെത്തി തൻ്റെ ഏതൊരാവശ്യത്തിനും കഷ്ടപ്പാടില്, വേദനയില്, ബുദ്ധിമുട്ടില്, പ്രയാസങ്ങളൊക്കെയും ആ സങ്കേതമാകുന്ന നേരത്തെ ഓടി ഒളിക്കുവാനും പ്രിയപ്പെട്ട സഹോദരന് കഴിഞ്ഞു. അങ്ങനെ തൻ്റെ ഈ ലോക ജീവിതം വളരെ ശാന്തമായി ഈ വലിയ തൻ്റെ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നവരെ മനുഷ്യൻ്റെ ആയുസ് 70 ഏറെയായ 80 അതിൻ്റെ പ്രധാന പ്രയാസം ദുഃഖമത്രേ. അത് വേഗം തീരുകയും നാം പറന്നു പോവുകയും ചെയ്യും. താന് പറന്നു പോകുവാൻ തനിക്കൊരിടം ഉണ്ടായിരുന്നു. ഇവിടെ നിൽക്കുന്ന ഞാൻ ഒരു ഉപദേശം പറയുവാനുള്ള പരിശ്രമത്തിൽ എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, വേഗം പറന്നു പോകുന്ന ആയുസ്സിൽ നിങ്ങൾക്ക് ചെന്നിരിക്കുവാൻ ഒരു കൂട് കൂട്ടിയിട്ടുള്ള എത്ര പേരുണ്ട്? ഞങ്ങളുടെ ഈ സഹോദരൻ്റെ ഒരു കൂട് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് സങ്കീർത്തനക്കാരൻ പറയുവാണ്, കുരുകിലൊരു വീടും മീവെപ്പട്ടി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. അങ്ങനെ ഒരു നിശ്ചിതമായ വീട്ടിലേക്ക് ഓടിയെത്തിയ ജീവിതത്തിൻ്റെ ഉടമയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇന്ന് വേർപാടിൻ്റെ അനുഭവത്തിൽ കഴിയുന്ന ഈ സഹോദരൻ. പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾക്ക് ഭയപ്പെടാനൊന്നുമില്ല. നിങ്ങളുടെ സ്വർഗരാജ്യം നിങ്ങൾക്ക് എൻ്റെ പിതാവ് സന്തോഷിച്ചിരിക്കുന്നുവെന്ന് പറയുകയാണ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. അവനെ വിളിച്ചെടുത്ത് നിർത്തുകൾ കഷ്ടകാലത്ത് അവൻ കൂടിയിരിക്കും എന്ന് പറഞ്ഞ് കർത്താവിൽ ആശ്രയിച്ച് കഷ്ടകാലത്ത് കർത്താവിൽ ആശ്രയിക്കുവാൻ മരുന്ന് ഈ ലോകത്തിൽ ആവശ്യമായി. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബത്തിന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ആശ്വാസങ്ങളെ അതിനായി അർപ്പിക്കുന്നു.
കഴിഞ്ഞ 25 വർഷത്തിലധികമായിട്ട് സഭയുടെ ആത്മീയമായ ഉന്നമനത്തിന് വേണ്ടി വളരെയധികമായി അധ്വാനിച്ച, സഭയുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഒരുപോലെ കൈത്താങ്ങൽ കൊടുത്ത് കർത്താവിന് വേണ്ടി അധികമായി അധ്വാനിച്ച പ്രിയ കുഞ്ചാനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ദാസിന്റെ പ്രവർത്തനങ്ങൾ സഭയ്ക്കും ദേശത്തിനുമെല്ലാം ഒരുപോലെ അതൊരു അനുഗ്രഹമായി കർത്താവ് തീർപ്പുകളോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസിന്റെ നല്ല മാതൃകളെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. സഭയുടെ എല്ലാ ആത്മീയമായ ആവശ്യങ്ങളെയും കണക്കിലെടുത്ത് വളരെ അത്യധ്വാനം ചെയ്ത കർത്താവിന്റെ ദാസിന് ഈ കുടുംബാംഗങ്ങൾ ഈ സമയത്ത് സഭയുടെ നാമത്തിലുള്ളതായ അനുശോചനം അർപ്പിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകുന്നു. കുഴി പണ്ടായിരുന്ന പോലെ കുഴിയിലേക്ക് തിരികെ ചേരുന്നു. ആത്മാവോ അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു പോകുന്നുവെന്ന് ശലോമോൻ രാജാവ് പറഞ്ഞിരിക്കുന്ന പോലെ അദ്ദേഹത്തിന്റെ ശാശ്വത ഭവനത്തിലേക്ക്, താൻ പ്രിയം വെച്ച ദൈവത്തിന്റെ നഗരത്തിലേക്ക് കർത്താവിന്റെ ദാസിനെ ദൈവം വിളിച്ചു ചേർത്തു. ഈ അവസരത്തിൽ സഭയുടെ നാമത്തിലുള്ള എല്ലാ അനുശോചനവും സഭയായി പ്രിയപ്പെട്ടവരോട് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും. അനേക ദൈവദാസന്മാർക്ക് അനുശോചനം അറിയിക്കുവാനായിട്ട് ഉണ്ട്. എങ്കിലും സമയം മുന്നോട്ട് കടന്നു പോയതിനാൽ അതിന് ഞാൻ സമയമെടുക്കുന്നില്ല. ഇപ്പോൾ ഭവനത്തിൻ്റെ പ്രതികരിച്ചുകൊണ്ട് നന്ദി പ്രവേശിപ്പിക്കാനുള്ള സമയമാണ്. ഇപ്പോൾ അതിനായിട്ട് ജോലിയെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിനുള്ള സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നു. എൻ്റെ പ്രിയ പാപ്പൻ്റെ വേർപാടോടനുബന്ധിച്ച് ഇവിടെ കടന്നു വന്ന് രോഗിയായിരുന്ന സമയത്തും കടന്നു വന്ന് ശുശ്രൂഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തായ എല്ലാ ദൈവദാസന്മാരോടും ദേശനിവാസികളോടും പാപ്പൻ്റെ കൂട്ടുകാരോടുള്ള പ്രത്യേകമായ നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഇതിൻ്റെ കാലം ഇവിടെ കടന്നു ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരുടെ പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്ന യുവപാപനെ തിരികെ കാണുവാൻ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ദൈവങ്ങൾക്ക് ചാൻസ് ഉണ്ട്. അതിലൂടെ കാലം കടന്നു വന്നവർക്ക് എല്ലാവർക്കുമായിട്ടാണ് ഇവിടെയുള്ള ശുശ്രൂഷ തന്നെ ചെയ്യുന്നത്. ഈ ശുശ്രൂഷയിൽ കടന്നു സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും നിങ്ങളെ ആശ്വസിക്കുകയും ചെയ്ത എല്ലാ ദേശനിവാസികളും ദൈവമക്കളുള്ള പ്രത്യേക നന്ദിയും കൃതജ്ഞയും അറിയിച്ചുകൊണ്ട് ഈ റോഡിൽ കിടക്കുന്നതായ വാഹനം അല്പം മാറ്റി വിടണമെന്ന് അറിയിക്കുന്നുണ്ട്. ആ ജനറേറ്ററിന്റെ ശബ്ദം ഇവിടെ വീടുകൾക്കാർക്ക് അല്പം ബുദ്ധിമുട്ടായി. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമമായിരിക്കുന്നത് വളരെ തിരക്കിൽ സ്ഥലപരിമിതിയിൽ ദേശാവിൻ്റെ ദേഹാഭിയോഗത്തിൽ ആ ദുഃഖത്തിൽ പങ്കുചേരുവാൻ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർക്കും സഭകൾക്കും അഭ്യുതാകാംക്ഷികൾക്കും സ്നേഹിതന്മാർക്കും ചുറ്റുപാടിൽ പാർക്കുന്ന പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവസഭയുടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. കാസർഗോഡിലെ സ്റ്റേറ്റ് ഓഫീസർ KC ജോൺ അവർ അമേരിക്കയിലായിരിക്കുന്നു. അസിസ്റ്റന്റ് ഓഫീസർ കുഞ്ഞപ്പി അവർ ബാംഗ്ലൂരിലായിരിക്കുന്നു. ഈ രണ്ട് ദൈവഭക്തന്മാരുടെയും അനുശോചനം ചിറ്റക്കൊണ്ട് മല്ലപ്പള്ളി സെന്റ് ബാസ് എന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് ഈ സമയത്ത് ഞാൻ ഈ വാത്സല്യ ഭവനത്തെ അറിയിക്കുന്നു. മാത്രമല്ല മല്ലപ്പള്ളി ഡിസ്ട്രിക്റ്റിന്റെ വിവിധ സഭകളിൽ കടന്നു വന്നിട്ടുള്ള ദൈവത്തിന്റെ ദാസന്മാർ, മല്ലപ്പള്ളി സഭയുടെ ശുശ്രൂഷകൻ ഇവിടെ കടന്നു വന്ന എല്ലാവരെയും ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. എന്റെ അറിവിൽ ഞാൻ മാലക്കര ദൈവസഭയിൽ ശുശ്രൂഷിക്കുന്ന സമയത്താണ് പ്രിയ കുഞ്ഞുചാരുമായിട്ട് പരിചയപ്പെടുവാനിടയായി. തൻ്റെ മകൾ ബിന്ദുവിനെ വിവാഹം കഴിച്ച് അയച്ചിരിക്കുന്ന ആ ഭവനം മാലക്കര സഭയുടെ അംഗമായിരുന്നില്ല. ഈ ഭവനവുമായി ആത്മീയമായി എനിക്കൊരു നല്ല ബന്ധമുണ്ടായിരുന്നു. എന്റെ അറിവിൽ പെട്ടെടുത്തോളം പ്രിയ കുഞ്ഞുചാരിനെ സംബന്ധിച്ച്
അദ്ദേഹം കാര്യങ്ങൾ എന്തു തന്നെ ആയാലും മുഖത്ത് നോക്കി സംസാരിക്കുന്ന ഒരു പ്രകൃതിക്കാരനായിരുന്നു. എന്തു തന്നെ വിഷയമായിരുന്നാലും മറച്ചു വെക്കാതെ മുഖത്ത് നോക്കി അത് പറയുന്ന ഒരു പ്രകൃതി നൽകുകയായിരുന്നു. താൻ അതുകൊണ്ട് എന്നോട് പറയുകയുണ്ടായി, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി തന്റെ വീണ്ടെടുപ്പുകാരനായി താൻ അംഗീകരിക്കുന്നതിന് മുമ്പ് താൻ തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു. എന്നാൽ ഇന്ന് എനിക്കൊരു സന്തോഷമുള്ളത്, താനൊരു മദ്യപാനിയായിട്ടല്ല ആമേൻ മരിക്കുവാനിടയായി തീർന്നത്. സ്തോത്രം. പിന്നെയോ തിരുവെഴുത്ത് പറയുന്ന പോലെ ഇന്നു മുതൽ ക്രിസ്തുയേശുവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. എന്നാൽ അവർ അവരുടെ പ്രവൃത്തിയിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ കുരിശാൻ വിശ്രമിക്കുകയാണ്. മരണം ഒരു വിശ്രമമാണ്. രാത്രിയിൽ നാം ഉറങ്ങുവാൻ പോയിട്ട് പ്രഭാതത്തിൽ നാം ഉണരുമ്പോൾ ഒരു പ്രഭാതങ്ങളാണ് ഉണരുന്നത്. സ്തോത്രം. സൂര്യന്റെ പ്രഭ, സൂര്യന്റെ ഉദയം പ്രഭാതത്തെ വിളിച്ചറിയിക്കുന്നത് പോലെ നീതി സൂര്യനായ യേശു തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാർക്കായി പ്രത്യക്ഷനാകും. ആ കൂട്ടത്തിൽ നിശ്ചയമായും പ്രിയ കുഞ്ഞുച്ചായനും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്തോത്രം. നമ്മുടെ വീട്ടിൽ സാധാരണ പലരും ഭംഗി വാക്ക് പറയുന്ന പോലെ, മുഖസ്തുതി പറയുന്ന പോലെ ഒരു വാക്കല്ല ഞാനിവിടെ പറഞ്ഞത്. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷമാകുമ്പോൾ തന്റെ സഭയെ ചേർക്കുവാൻ വേഗത്തിൽ പ്രത്യക്ഷമാകുമ്പോൾ കുഞ്ഞുച്ചായനെ കാണുമെന്നുള്ളത് തെളിവെന്താണ് പാസ്റ്ററെ എന്ന് ആരെങ്കിലും ഇന്ന് കാലം എന്നോട് ചോദിക്കുന്നെങ്കിൽ, സ്തോത്രം, എനിക്കതിന് തെളിവ് പറയുവാനുള്ളത് സ്തോത്രം ദൈവത്തിന്റെ വചനം മാത്രമാണ്. സ്തോത്രം. എനിക്കതിന് തെളിവ് തരുവാനുള്ളത് സ്തോത്രം റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 11-ാം വാക്യമാണ്. അനേക ദൈവവചനങ്ങളുണ്ടെങ്കിലും അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 11-ാം വാക്യം നിങ്ങൾ സൗകര്യം പോലെ വായിച്ചു നോക്കൂ. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തുവിനെ സ്തോത്രം ഉയർപ്പിച്ച പിതാവായ ദൈവം നിങ്ങളുടെ മർത്യ ശരീരത്തെയും അവനോടുകൂടെ ഉയർപ്പിക്കും. പക്ഷേ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സുഹൃത്തെ നീ ഇത് മനസ്സിലാക്കണം. സ്തോത്രം. ക്രിസ്തുയേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ദൈവത്തിലുള്ളവനല്ല. അങ്ങനെയെങ്കിൽ ആമേൻ കുഞ്ഞുച്ചാൻ ഭാഗ്യവാനാണ്. കാരണം ക്രിസ്തുയേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവന്റെ ആത്മാവ് സ്തോത്രം കുഞ്ഞുച്ചാൻ പ്രാപിച്ചു. ഞാൻ മാനസാന്തരപ്പെട്ടു, മദ്യപാനം ഉപേക്ഷിച്ചു, പുകവലി ഉപേക്ഷിച്ചു, ചീത്തമനത്തിൽ ഉപേക്ഷിച്ചു. താൻ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി തീർന്നു. പഴയതെല്ലാം കഴിഞ്ഞുപോയി. അറിയായ്മയുടെ കാലത്തെ കർത്താവ് ഗണ്യമാക്കുന്നില്ല. ഇതിൽ മകൻ ഭാഗ്യം മറ്റൊന്നില്ല. മദ്യപാനി ദൈവരാജ്യ അവകാശമാക്കിയില്ല. താൻ ഭീകരമായ വേദനയാ ഭവനത്തിൽ കിടന്ന് പൊളിയുന്ന സമയത്ത് ഞാൻ കടവെട്ട് ഇവിടെ വന്നു. പ്രിയപ്പെട്ടവരോട് ചോദിച്ചു, കുഞ്ചായ സ്തോത്രം എന്തെങ്കിലും ക്രമീകരണമുണ്ടോ? സ്തോത്രം എന്താണ് കുഞ്ഞിച്ചാൻ അഭിപ്രായം, പ്ലാൻ എന്താണ്, ഒന്ന് തുറന്ന് സംസാരിച്ചാട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ താൻ എന്നോട് ആ വേദന കടിച്ചമർത്തിക്കൊണ്ട് താൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ ദാസനെ ഞാൻ എന്നെ തന്നെ ശോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുവാൻ കാരണം? ഈ മാരകമായ രോഗം വരുവാൻ കാരണം എന്താ? സ്തോത്രം. വിശ്വാസികളും ആമേൻ ദേശക്കാരും ചോദിക്കുന്നു. സ്തോത്രം ചോദിക്കുമ്പോൾ എനിക്ക് മറുപടി പറയുവാൻ അതെ എന്താണ് കാരണം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ താൻ ഇങ്ങനെ പറഞ്ഞു, സൗഖ്യമാക്കിയാൽ സ്തോത്രം അത് ദൈവഹിതമാണെങ്കിൽ യേശുവിന്റെ സാക്ഷിയായിരിക്കും ഞാൻ. സൗഖ്യമാക്കിയില്ലെങ്കിലും ഞാൻ യേശുവിന്റെ സാക്ഷിയായി തന്നെ മരിക്കും. എനിക്ക് എന്റെ കൂടാരമായ ഭവഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം സ്വർഗത്തിൽ ഉണ്ടെന്നറിഞ്ഞ് ഞാൻ ആ കർത്താവിൽ പ്രത്യാശിക്കുന്നുവെന്ന് പ്രിയപ്പെട്ടവൻ പറയുവാനിടയായിത്തീർന്നു. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തോട് നമ്മളിവിടെ ഒരു വിലാപ ഭവനത്തിലല്ല വന്നിരിക്കുന്നത്, ദുഃഖഭവനത്തിലാണ്. ഈ ഭവനത്തോട് ചേർന്ന് ഞാനും നിങ്ങൾ ഒരുപോലെ ദുഃഖിക്കുന്നു. പ്രിയ കുഞ്ഞുച്ചാനെയും കുടുംബത്തെയും നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രത്തോളം ആൾക്കാർ ഇവിടെ കടന്നു വന്ന് ഈ പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ കാരണമായിരിക്കുന്നത്.
സ്തോത്രം സെമിത്തേരിയിൽ വീണ്ടും അല്പസമയം ദൈവം സമയം ഉണ്ട്. അതുകൊണ്ട് ഞാൻ സമയത്തെ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെന്ന് പറഞ്ഞിരുന്നു, ഇത്ര മണിയാകുമ്പോൾ ഇവിടുന്ന് എടുക്കണമെന്ന്. സ്തോത്രം ഇവിടെ പ്രയാസങ്ങൾ ഉണ്ടാകാതെ നാം നോക്കേണ്ടതുണ്ടല്ലോ. എല്ലാ ശുശ്രൂഷകളും ഭംഗിയായി നടക്കണമല്ലോ. നമുക്കെല്ലാവർക്കും നമ്മുടേതായ വഴിക്ക് കടന്നു പോകാനുണ്ടല്ലോ. സ്തോത്രം. ഇന്ന് വാക്കാണ് ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന്റെ പൈതലെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും സ്തോത്രം ഒരു കാര്യം നമ്മൾ സമ്മതിക്കും. അതെന്താന്ന് ചോദിച്ചാല് നമ്മളെല്ലാവരും മരിക്കും. മരിക്കുകയെന്ന് ആരും പറയത്തില്ല. എന്നാൽ സ്തോത്രം ഭക്തനായ ഇയ്യോബ്, അബ്രഹാമിന്റെ സമകാലികനായിട്ട് ജീവിച്ചിരുന്ന ഇയ്യോബ് എന്ന ഭക്തൻ ഒരിക്കൽ തന്റെ കഷ്ടതയിൽ സ്തോത്രം തന്റെ ഭീകരമായ രോഗാവസ്ഥയിൽ തന്നെ എല്ലാവരും അവൻ കുറ്റം പറഞ്ഞും വിധിയെടുത്ത് നടത്തി വിമർശിച്ചും മാർക്കിട്ടും അതെ അകന്നുപോയ സമയത്ത് താൻ അവിടെ അവൻ തന്റെ വ്രണമെല്ലാം ചൊറിഞ്ഞുകൊണ്ട് തന്റെ പഴുപ്പ് ദുർഗന്ധം വമിക്കുന്ന പഴുപ്പെല്ലാം ശരീരത്തിൽ നൊലിക്കുമ്പോൾ സ്തോത്രം പ്രത്യാശയുള്ളവരായി തന്നൊരു കാര്യം ചോദിച്ചു, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുക. സ്തോത്രം. യോബിന്റെ കാലഘട്ടം കഴിഞ്ഞു. ദാവീദിന്റെ കാലഘട്ടം വന്നു. മോശയുടെ കാലഘട്ടം കഴിഞ്ഞു പോയി. സ്തോത്രം. പ്രവാചകന്മാരുടെ കാലഘട്ടം കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞു വന്ന് ഇരുണ്ട കാലഘട്ടം കഴിഞ്ഞു. സ്തോത്രം. എല്ലാ കാലഘട്ടം കഴിഞ്ഞിട്ട് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ യേശു ക്രിസ്തുവാണ് യോബിന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്. അതെന്താന്ന് ചോദിച്ചാൽ അത് ഇങ്ങനെയാണ്. സ്തോത്രം. അതെ, യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെയെങ്കിൽ മറഞ്ഞിരിക്കുകയാണ്, വിശ്രമിക്കുകയാണ്. ഇനിയും നാം പ്രതീക്ഷിക്കുന്നത് സ്തോത്രം കർത്താവായ യേശുവിനോടുകൂടെ നമ്മുടെ കുഞ്ഞുച്ചാലെ ഇവിടെ കടന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വസിക്കുന്ന പരിധിയുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ ഹൃദയം എല്ലാവരും ചേർന്നുള്ള പറയുന്നതാണ്. നിങ്ങളുടെ ഹൃദയം എന്നിൽ വിശ്വസിപ്പീൻ, ദൈവത്തിൽ വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ അടുക്കൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ, ഞാൻ ഒരുങ്ങി. അതെ, നിങ്ങൾ ഒരുങ്ങിയിരുന്നാൽ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അഭിഷേകം പ്രാപിച്ച കുഞ്ഞുച്ചായൻ തന്നിൽ പകർന്നിരിക്കുന്ന അഭിഷേക ശക്തിയോടുകൂടി സ്തോത്രം താൻ മരിക്കുവാനിടയായിത്തീർന്നു. റോമാലേഖനം 8-ാം വീണ്ടും ഞാൻ ഓർമ്മിക്കട്ടെ, ക്രിസ്തുയേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ അപ്പോൾ നിശ്ചയമായും യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് അത് അഭിഷേകത്തിന്റെ ശക്തിയാണ്. അത് പ്രാപിച്ചിട്ടുള്ള ഒരു വ്യക്തി ഒരു കാരണവശാലും കർത്താവിന്റെ കാലം കേൾക്കുമ്പോൾ മണ്ണിൽ കിടക്കത്തില്ല. ക്രിസ്തുവാണ്, പിന്നെ ക്രിസ്തുവിനുള്ളവരാണ്, പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ടാണ് ലോകത്തിന്റെ അവസാനം എന്ന് തിരുവെടുപ്പ് പഠിപ്പിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. ഞാൻ സ്തോത്രം അധികമായി വിശദീകരിക്കുന്നില്ല. ഈ ലോകത്തിലെ മഹാന്മാരുടെ കല്ലറകളെല്ലാം അടഞ്ഞു കിടക്കുന്നു. സ്തോത്രം. നമ്മൾ ധൈര്യത്തോടെ പ്രസംഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സ്തോത്രം അതേ ക്രിസ്തുവിനുള്ള ഭക്തന്മാർ ഉയർത്തെഴുന്നേൽക്കുന്നതിന് തെളിവ് വന്ന സ്തോത്രം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ്. അവൻ മഹാന്മാരുടെയും പ്രമുഖന്മാരുടെയും ഈ ലോകത്തിലെ രാജാക്കന്മാരുടെയും എല്ലാം അവൻ സഭകുടീരങ്ങൾ അടഞ്ഞു കിടക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ തുറന്ന കല്ലറ വിളിച്ചു പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതുപോലെ കുഞ്ഞുച്ചാലെ വാർത്തവൻ വിലപിക്കേണ്ട, ദുഃഖം നോക്കുന്നെങ്കിൽ നമ്മൾ കാണാതെ കർത്താവിനോടുകൂടെ ഈ പ്രിയപ്പെട്ടവനെ കാണാം. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു നിമിഷം തങ്ങളുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ച് ഓടിവിടുന്ന സെമിത്തേരിയിലേക്ക് കൊണ്ടുപോയി പ്രാർത്ഥനയോടുകൂടി ദൈവത്തോടുകൂടി നമുക്ക് സംസ്കരിക്കാം. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് ഇവിടെ മറയുന്ന ഈ ശരീരം ഒരു നാൾ കർത്താവിന്റെ കാതുകൾക്കും കാതുകളിൽ വന്നാലേക്കും സ്തോത്രം ചെയ്തത് വെറുതെയല്ല, ഹല്ലേലൂയ പാടിയത് വെറുതെയല്ല, ദൈവദാസന്മാരെ സ്നേഹിച്ചത് വെറുതെയല്ല, ദൈവസഭയെ സ്നേഹിച്ചത് വെറുതെയല്ല, ഉപവസിച്ചത് വെറുതെയല്ല, കണ്ണുനീരൊഴുക്കിയത് വെറുതെയല്ല. ദൈവത്തിന്റെ പൈതലേ, ഇന്ന് മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. എന്നാൽ അവരുടെ പ്രവൃത്തിയിൽ നിന്ന് അവർ വിശ്രമിക്കേണ്ടതാകും. മാത്രമല്ല അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. അങ്ങനെയെങ്കിൽ കുഞ്ഞാല പ്രവൃത്തിയുമായി താൻ ദൈവസഭയിൽ നിൽക്കും. അവരവരുടെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിനെ പ്രാപിക്കാൻ നാം എല്ലാവരും ക്രിസ്തുയേശുവിന്റെ ന്യായാസനത്തിന് മുന്നാകെ നിൽക്കേണ്ടി വരും. എന്നെ കേൾക്കുന്ന സുഹൃത്തേ, പ്രിയ സഹോദരി, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, എന്നെ കേൾക്കുന്ന പ്രിയ പൈതലേ, ഇന്ന് വാഗ്ദാനം യേശുക്രിസ്തുവിന് വേണ്ടി നിന്റെ ഹൃദയം നീ കൊടുത്തിട്ടില്ല എങ്കിൽ നീ ന്യായവിധികളുമായി നിൽക്കേണ്ടി വരും. യുവദാസന്മാരായ ഞങ്ങൾ ഇത് പറയാതെ അത് ഈശ്വര സംസ്കാരം നടത്തിയെങ്കിൽ കർത്താവ് ഞങ്ങളോട് ചോദിക്കും. അതുകൊണ്ട് ന്യായവിധിക്ക് വേണ്ടി ഒരുങ്ങുവാനല്ല,
ശിക്ഷാവിധിക്ക് വേണ്ടി ഒരുങ്ങുവാനല്ല, പിന്നെയോ ക്രിസ്തുയേശുവിനോടുകൂടി യുഗായുഗമായി സ്വർഗത്തിൽ നിത്യമായി വാഴുന്ന ആ സൗഭാഗ്യത്തിലേക്ക് കർത്താവ് നമ്മെ നടത്തട്ടെ. അതിനുവേണ്ടി നമ്മുടെ കർത്താവ് യേശു വരും. അവൻ തന്നെ കാഹളം കേൾപ്പിക്കും. ഈ പ്രത്യാശമാർ അനേകര് ഈ ഭൂമിയിൽ ഉറങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും, എന്റെ മൃതന്മാർ ജീവിക്കും, പൊടിയിൽ ഉറങ്ങുന്നവരെ ഉണർന്ന് ഘോഷിപ്പീൻ എന്ന് അവൻ ദൈവശബ്ദമുണ്ടാകും. അന്നെല്ലാവരും ചേർന്ന് അവൻ മരണത്തെ ജയിച്ചതിന് ശേഷം കർത്താവിനോട് കൂടെ ഇരുന്ന മരണത്തിന്റെ അധികാരിയായ പിശാചിനെ അവന്റെ സൈന്യത്തെ നോക്കി ഇങ്ങനെ പറയും, ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ളവിടെ? ദൈവത്തിന്റെ സ്തോത്രം. മരണത്തെ ജയിച്ച കർത്താവിനെ, അവൻ പാതാളത്തെ ജയിച്ച കർത്താവിനെ കരകളിൽ അവൻ സ്തോത്രം വിശ്രമിക്കുന്ന പ്രിയ കുഞ്ഞിച്ചായ ചേർന്ന് കർത്താവിന്റെ കാഹളം കേൾക്കുമ്പോൾ നാം എടുക്കപ്പെട്ട് ഈ പ്രത്യാശയുള്ള ദൈവമക്കൾ ദൈവമായി നിങ്ങൾ അതേ കരകളെ ഉയർത്തിക്കൊണ്ട് അല്പസമയം ദൈവത്തെ സൂചിച്ചാൽ ശബ്ദം ഉയർത്ത ദൈവമക്കളെ അല്പസമയം കർത്താവിനെ ബന്ധപ്പെടുത്തിയാട്ട് ആരും നമ്മളോടൊപ്പം സുനിച്ചാണ്, ആരും നമ്മളോട് പറഞ്ഞേനെ നിങ്ങളെല്ലാവരും സ്തോത്രം ചെയ്യുക, നിങ്ങളെല്ലാവരും ഭജന പാടുക. കുഞ്ഞിച്ചായ നമ്മൾ ആവശ്യപ്പെട്ടത് അവന്റെ ആത്മാവ് അവൻ ഭാഷയിൽ ഇന്ന് നമ്മോടും അത് തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ പറയുന്നതിൽ നിങ്ങൾ വിസ്മയിച്ചു പോകരുത്. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇടനാട് സഭയുടെ ശുശ്രൂഷകരും എൻ്റെ സ്നേഹിതരായിരിക്കണം കഥാവിലാസം സംഗീത സഭയും സമയം പരിശോധന അറിയിക്കും. അതിന് ശേഷം പ്രാർത്ഥിച്ച് നമുക്ക് ദുഃഖസാന്ദ്രമായ പ്രത്യേക അന്തരീക്ഷത്തിൽ ദുഃഖിതരായിരുന്ന സംബന്ധിപ്പിച്ച് ആശ്വാസവചനം കേൾക്കുവാൻ വേണ്ടിയായ സമയത്ത് ആ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയഭവനമായി പലവിധത്തിലുള്ള സ്നേഹം കണ്ടുകൊണ്ട് പ്രിയ ഈ ഭവനത്തിലെ ബിന്ദുവിൻ്റെ വാസ്തുവിയാണ്. അപ്പോൾ തന്നെ ഈ ഭവനത്തിലെ നിലവയുടെ അധ്യാപനമായി സഹായത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ മാതാവിനെയും പ്രിയ യുവയെയും ബിന്ദുവിനെയും കുടുംബത്തെയും മൂന്ന് മകളെയും കർത്താവ് ആശ്വസിപ്പിക്കേണ്ടത് കർത്താവിനെ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സമയം മുന്നോട്ട് പോയിരിക്കുന്നതുകൊണ്ട് ഞാൻ വാക്കുകൾ കർത്താവ് ശരണപ്പെടുന്നില്ല. ശ്രേഷ്ഠദാസന്മാർ വേണ്ട ആശ്വാസങ്ങളും ദൈവിക മലകളും നമുക്ക് തരുമാറുകയും സഹായിച്ചു. കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ദൈവത്തിന്റെ പണികൾ പ്രധാനമെന്ന് കാണുന്നുണ്ട്. മരണത്തിനൊരു ദൈവം പ്രത്യാശ ഓരോ പ്രകാരം പറയുന്നുണ്ട്. നിങ്ങൾ നിദ്ര കൊണ്ടതിനെ കുറിച്ച് അറിവില്ലാതിരിക്കുന്നു പറയുമ്പോൾ അതിന്റെ ആഴം നിദ്ര കൊള്ളുന്നവർ കർത്താവിന് മരിക്കുന്ന ബുദ്ധന്മാരെ കുറിച്ച് ദൈവം പഠിപ്പിക്കുന്നത് ഒരിക്കലും നിത്യമായ നാശമല്ല നമുക്ക് സംഭവിക്കുന്നത്. അവരുടെ ജീവിതത്തിന്റെ നിത്യത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ കവാടമായി മരണമാസം നിലനിൽക്കും.
ഒരിക്കലും ഈ ഭവനത്തിൽ വരുന്ന അനുശോചന മാത്രമല്ല ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, പ്രമോഷൻ കിട്ടിയ സ്വർഗീയ ഭവനത്തെ പ്രമോഷൻ കിട്ടിയ പിതാവിന്റെ ആത്മീയനുഭവങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മുഖ്യന്മാരും പ്രകാരം പറയുന്നതും എത്രയും പെട്ടെന്ന് ഈ വേദന നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് കർത്താവിനോടുകൂടി ആയിരിക്കുന്നത് എനിക്ക് ഏറെ ഉത്തമമെന്ന് പറഞ്ഞത് അതിന്റെ പിതാവെത്തിയല്ലോ. ഈ തിരുവനന്തപുരം നമ്മൾ വായിക്കുന്ന പോലെ പിതാവ് കഴിഞ്ഞ ദിവസം നമ്മളെ വിട്ടുപോയെങ്കിൽ അടുത്തൊരു ദിവസം നമുക്ക് വേണ്ടിയുള്ളതാണ്. ഇന്ന് മുതൽ കാരണം വന്നിരിക്കുന്നത് എല്ലാവരും തയ്യാറെടുപ്പ് നടത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ. തിരുവനന്തപുരം പ്രകാരം വാക്യം വായിക്കുന്നു. കർത്താവ് നൽകിയ നാമത്തോടും പ്രധാന തോന്നുന്ന ശബ്ദത്തോടും ദൈവത്തിന് പിന്നെ ജീവനവശേഷിക്കുന്ന രൂപാന്തരപ്പെടും അവരോട് കർത്താവിനെ എതിർപ്പാൻ മേഖലെടുക്കപ്പെടുന്നുള്ള വലിയ പ്രത്യാശ ഞങ്ങളുടെ ബൈബിൾ സ്കൂളിലെ നാമത്തിലുള്ള എല്ലാ ദുഃഖങ്ങളും പങ്കുചേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. സ്നേഹിച്ച് പ്രിയപ്പെട്ടവരുടെ ദൈവത്തിൽ ആശിസിപ്പിക്കുവാൻ കടന്നു എല്ലാ ദൈവദാസന്മാരും എല്ലാ ദൈവമക്കളും പരിമോഷം സ്പോട്ടം അദ്ദേഹത്തിൽ നിന്ന് പുറപ്പെടുത്ത് ഒരു മൗന അന്തരീക്ഷമല്ല ദൈവജനം കടന്നു വരുന്നിടത്ത് മൗനമല്ല. നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. അവൻ നമ്മുടെ ദുഃഖങ്ങളെ ഏറ്റെടുക്കുവാൻ മതിയായവനാണ്. ഇവിടെ മൗനമായി ഇരിപ്പാനാണ് നാം കടന്നു വന്നത്. പ്രിയാമാമിയെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ബിജോയെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ബിന്ദുവിനെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ആമേൻ. വിദേശത്തായിരിക്കുന്നതോ ആ പ്രിയപ്പെട്ടവനെ കർത്താവ് ബലപ്പെടുത്തട്ടെ. ആരാധന കർത്താവ് ബലപ്പെടുത്തട്ടെ. കേട്ടല്ലോ. ആമേൻ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, ഞങ്ങൾ പിതാവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ, ദുഃഖത്തിനോട് ചേർന്ന് ദുഃഖിക്കുവാൻ, ആശീർവാദവചനങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ, ദൈവത്തിന്റെ വചനം ഘോഷിപ്പാൻ, പാടുവാൻ എല്ലാം ഞങ്ങളെ ഇവിടുന്ന് ബലപ്പെടുത്തുന്നു. സ്തോത്രം. അങ്ങയുടെ വിലപ്പെട്ട ദാസൻ അങ്ങയുടെ നാമത്തിന് വേണ്ടി നിന്നു. കർത്താവേ, നീ നിർത്തി. നീ ആമേൻ വീണ്ടെടുക്കുവാൻ അവിടുത്തെ രക്തം ചീന്തി. ആമേൻ. ആരാധനക്കായി, പ്രാർത്ഥനക്കായി, സ്തുതികരണത്തിനായി പ്രിയപ്പെട്ടവൻ അവസരം കൊടുത്തു. അതിന്റെ സമയമായപ്പോൾ നീ ചേർത്തുകൊണ്ടതിനായി സ്തോത്രം. ആശ്വസിപ്പിക്കുമാറാകണം. ആമേൻ. കർത്താവേ, സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടുത്തെ എല്ലാവിധമായ കാവലും എല്ലാ ആശീർവാദവും ഞങ്ങളോടുകൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാ ദൈവദാസന്മാർക്കായി, എല്ലാ ദൈവജനത്തിനായി നന്ദിയോടെ നാഥോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോ പ്രിയപ്പെട്ടവനും പ്രത്യാശയോടെ കർത്താവേ, വിശുദ്ധന്മാരുടെ ഒരുമിച്ച് സ്ഥാനമെന്നുള്ള പ്രത്യാശയോടെ ഞങ്ങൾ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. സകല വിശുദ്ധന്മാർക്കായി യേശു പരിശുദ്ധമായ നാമത്തിൽ തന്നെ ഇപ്പോൾ ദാസൻ ആശീർവാദം. സ്നേഹവും പരിശുദ്ധമാവിലെ നിരന്തരമായി കൂട്ടാനും കാവലും നാമങ്ങളും ശേഷാൽ ദുഃഖത്തിലായിരിക്കുന്നതായ പ്രിയപ്പെട്ടവരോടും ഇപ്പോഴും ഇതിനേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ.
സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. പോകുന്നു ഞാനെന്നിൻ വത്സലരെ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. കന്യാമറിയത്തിൻ നിർമ്മലരാ മക്കളായി ഭൂമിയിൽ ജീവിക്കുവിൻ. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. പോകുന്നു ഞാനെന്നിൻ വത്സലരെ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാണുന്നതിനായി ബദ്ധപ്പെട്ടോടിയിടുന്നു. എൻ സ്വദേശം കാണുന്നതിനായി